സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കമ്പനിയുടെ വാർഷിക റിപ്പോർട്ട് മറിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് അക്കങ്ങളും പട്ടികകളും കാണുമല്ലേ? ഒറ്റനോട്ടത്തിൽ ചിലപ്പോ അതൊരു കടങ്കഥ പോലെ തോന്നാം. ശരിയാണ്. എന്നാൽ അതിനുള്ളിലെ കഥ, ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ചില വഴികളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെ വ്യാഖ്യാനിക്കാം? ഇതിനായി നമ്മൾ ആശ്രയിക്കുന്നത് കാപ്ലിൻ പബ്ലിഷിംഗിന്റെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പഠനസഹായിയിലെ ചില ആശയങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം ലളിതമാണ്. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് പ്രധാന വിവരങ്ങൾ എങ്ങനെ വേർതിരിച്ചെടുക്കാം, അതിനായി ആനുപാതങ്ങൾ, അതായത് റേഷ്യോസ് എന്ന ടൂൾ എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെ ലളിതമായി മനസ്സിലാക്കുക. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ അക്കങ്ങൾ മാത്രമായി നോക്കിയാൽ വലിയ കാര്യമില്ല അല്ലേ? ഇവയ്ക്ക് എങ്ങനെയാണ് ജീവൻ നൽകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ അക്കങ്ങൾ തനിയെ നോക്കിയാൽ അവ അധികമൊന്നും പറയില്ല. അവയെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ്, അവ തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുമ്പോഴാണ് എന്താ പറയാ ഒരു ചിത്രം വ്യക്തമാവുന്നത്. ശരിയാണ്. ഇതിനാണ് നമ്മൾ അനുപാത വിശകലനം അഥവാ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതായത് മുൻവർഷങ്ങളിലെ കണക്കുകളുമായോ അല്ലെങ്കിൽ അതേ രംഗത്തുള്ള മറ്റ് കമ്പനികളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ അക്കങ്ങൾക്ക് ഒരു അർത്ഥം വരുന്നത്. അപ്പോ ഇത് ആർക്കൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഇത് പലർക്കും അത്യാവശ്യമാണ്. ഇപ്പോൾ ഓഹരി ഉടമകളുണ്ട്, നിക്ഷേപകരുണ്ട്, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. അതെ, അവർക്കറിയേണ്ടത് എന്താണ്? അവരുടെ പണത്തിന് നല്ല വരുമാനം കിട്ടുമോ, കമ്പനി വളരുന്നുണ്ടോ, നിക്ഷേപം സുരക്ഷിതമാണോ, ഇതൊക്കെയാണ്. പിന്നെ കടം കൊടുക്കുന്നവർ, അതായത് ലെൻഡേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കുകളൊക്കെ. അതെ, അവർ നോക്കുന്നത് കമ്പനിക്ക് കടം തിരിച്ചടയ്ക്കാൻ ശേഷിയുണ്ടോ, പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് കയ്യിൽ പണമുണ്ടോ, അതായത് ലിക്വിഡിറ്റി എന്നൊക്കെയാണ്. മാനേജ്മെന്റിന് ഇത് വേണം, അവരുടെ സ്വന്തം പ്രകടനം വിലയിരുത്താനും ഭാവി തീരുമാനങ്ങളെടുക്കാനും. ശരിയാണ്. പിന്നെ ജീവനക്കാർ, സാമ്പത്തിക ഉപദേഷ്ടാക്കൾ, പത്രപ്രവർത്തകർ, അങ്ങനെ പലരും ഇത് ഉപയോഗിക്കും. ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്ന് തേടുന്നത്. അപ്പോ ഈ വ്യാഖ്യാനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ഈ അനുപാതങ്ങൾ, റേഷ്യോസ്. അതെ. നമ്മുടെ പഠനസഹായി ഇതിനെ പ്രധാനമായി 4 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, അല്ലേ? ഒന്ന് ലാഭക്ഷമത, അതായത് പ്രോഫിറ്റബിലിറ്റി. പിന്നെ പണലഭ്യത അല്ലെങ്കിൽ ദ്രവ്യത, ലിക്വിഡിറ്റി. ശരി. പിന്നെ ദീർഘകാല സാമ്പത്തിക സ്ഥിരത, ലോങ് ടേം സ്റ്റെബിലിറ്റി. അവസാനമായി നിക്ഷേപകർക്ക് പ്രധാനപ്പെട്ടവ, ഇൻവെസ്റ്റർ റേഷ്യോസ്. ഓരോന്നും കമ്പനിയുടെ ആരോഗ്യത്തിന്റെ ഓരോ വശം കാണിച്ചു തരുന്നു, അല്ലേ? അതെ, തീർച്ചയായും. ഓരോ വിഭാഗവും ഓരോ തരം ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകുന്നത്. ഉദാഹരണത്തിന്, ലാഭക്ഷമതാ അനുപാതങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ കമ്പനി ലാഭമുണ്ടാക്കുന്നുണ്ടോ, എത്ര കാര്യക്ഷമമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ലാഭക്ഷമത. ഇതിൽ ആദ്യം വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, അതായത് ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് റവന്യൂ ഇൻറ്റു 100. വിൽപ്പന വരുമാനത്തിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ നേരിട്ടുള്ള ചെലവ്, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ്, കുറച്ചാൽ കിട്ടുന്ന ലാഭത്തിന്റെ ശതമാനം. ശരിയാണ്. വളരെ അടിസ്ഥാനപരമായ ഒരു അനുപാതമാണിത്. ഓരോ 100 രൂപയുടെ വിൽപ്പന നടക്കുമ്പോഴും കമ്പനിക്ക് എത്ര രൂപ മൊത്തലാഭം കിട്ടുന്നു എന്നിത് കാണിക്കുന്നു. ഈ ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന്, ചിലപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ടാവാം. വാങ്ങുന്ന സാധനങ്ങളുടെ വില മാറിയതാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ലാഭമുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റതാവാം, അല്ലെങ്കിൽ തിരിച്ചും. അതിനെയാണ് നമ്മൾ സെയിൽസ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ മാർജിൻ കുറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, ഇത് ചെലവ് കൂടിയതുകൊണ്ടാണോ, അതോ മത്സരം കാരണം വില കുറച്ചതുകൊണ്ടാണോ? അങ്ങനെയൊക്കെ. അതെ അതെ. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസ് റവന്യൂ. ഇത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസ് റവന്യൂ ഇൻറ്റു 100, അതായത് പ്രവർത്തന ലാഭ മാർജിൻ, കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യമായ ചിത്രം തരും. കാരണം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കമ്പനിയുടെ മറ്റു പ്രവർത്തന ചിലവുകൾ കൂടി കുറയ്ക്കുന്നു. അതായത് ഓഫീസ് കാര്യങ്ങൾ, വിൽപ്പന, വിതരണം, അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്സ് എന്നൊക്കെ പറയില്ലേ? ശരി. അതുകൂടി കുറച്ചതിന് ശേഷമുള്ള ലാഭമാണിത്. അപ്പോൾ കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ശരിക്കുള്ള ലാഭക്ഷമത ഇത് കാണിക്കുന്നു. ഇതിലെ മാറ്റങ്ങൾ ഗ്രോസ് മാർജിനിലെ മാറ്റങ്ങളെ മാത്രമല്ല, ഈ പറഞ്ഞ മറ്റു ഓപ്പറേറ്റിംഗ് ചിലവുകൾ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ താരതമ്യം ചെയ്യുമ്പോൾ വല്ലപ്പോഴും മാത്രം വരുന്ന വലിയ ചിലവുകൾ, വൺ ഓഫ് കോസ്റ്റ്സ് എന്നൊക്കെ പറയില്ലേ, അത് ഒഴിവാക്കി നോക്കുന്നതാണ് നല്ലത്, അല്ലേ? അതെ, താരതമ്യത്തിന് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് ആ വർഷത്തെ മാത്രം ഒരു വ്യത്യാസമായിരിക്കും. ഓക്കെ.
ഇനി ലാഭക്ഷമതയിലെ ഒരു പ്രധാനപ്പെട്ട അളവുകോല് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ROCE%. ഇത് എന്താണ് കൃത്യമായി അളക്കുന്നത്? ROCE, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന മൊത്തം ദീർഘകാല ഫണ്ടുകളാണ്. ദീർഘകാല ഫണ്ടുകൾ, അതായത് ഓഹരി ഉടമകളുടെ പണം, ഇക്വിറ്റി, പിന്നെ പലിശ നൽകേണ്ട കടങ്ങൾ, ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റ്. ഇവ രണ്ടും ചേർന്നത്. ശരി. ഈ മൊത്തം മുതൽമുടക്ക് ഉപയോഗിച്ച് കമ്പനി എത്ര ശതമാനം പ്രവർത്തന ലാഭം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതാണ് ROCE കാണിക്കുന്നത്. അപ്പോ മുടക്കിയ മുതലിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കുന്നു എന്നതിന്റെ ഒരളവ്? കൃത്യമായി. എത്ര കാര്യക്ഷമമായി ആ ഫണ്ട്സ് ഉപയോഗിക്കുന്നു എന്നിത് കാണിക്കുന്നു. പൊതുവെ ഉയർന്ന ROCE നല്ല കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കമ്പനിക്ക് ഉദാഹരണത്തിന് ഒരു 15% ROCE ഉണ്ടെന്ന് കരുതുക. അത് നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുക? ഒറ്റയ്ക്ക് നോക്കിയാൽ പറ്റില്ലല്ലോ. ഇല്ല, ഒറ്റയ്ക്ക് 1% വലിയ അർത്ഥമില്ല. നമ്മളതിനെ താരതമ്യം ചെയ്യണം. 1. കമ്പനിയുടെ തന്നെ മുൻ വർഷങ്ങളിലെ ROCE മെച്ചപ്പെടുന്നുണ്ടോ അതോ മോശമാവുകയാണോ? ഓക്കെ. 2. കമ്പനി കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പലിശ നിരക്ക്, അതായത് കോസ്റ്റ് ഓഫ് ബോറോയിങ്. ROCE ഈ പലിശ നിരക്കിനേക്കാൾ എന്തായാലും കാര്യമായി മുകളിലായിരിക്കണം. അല്ലെങ്കിൽ കടം വാങ്ങിയതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ശരിയാണ്. 3. അതേ വ്യവസായത്തിലെ മറ്റ് കമ്പനികളുടെ ROCE. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? പക്ഷെ ആ താരതമ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമല്ലേ? തീർച്ചയായും. കാരണം അക്കൗണ്ടിംഗ് രീതികളിലെ വ്യത്യാസങ്ങൾ, ആസ്തികളുടെ പഴക്കം, ഇതൊക്കെ ROCEയെ ബാധിക്കാം. അപ്പോൾ അതുകൂടി മനസ്സിൽ വെക്കണം. ROCEയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് നെറ്റ് ആസറ്റ് ടേൺ ഓവർ, അതായത് സെയിൽസ് റവന്യൂ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് കാര്യക്ഷമതയുടെ വേറൊരു വശം കാണിക്കുന്നു അല്ലേ? അതെ, ഇത് കാണിക്കുന്നത് കമ്പനി അതിന്റെ ആസ്തികൾ, അതായത് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉപയോഗിച്ച് എത്ര വേഗത്തിൽ വരുമാനം, സെയിൽസ് റവന്യൂ ഉണ്ടാക്കുന്നു എന്നാണ്. ഒരു വർഷം എത്ര തവണ ആസ്തികളെ വിൽപ്പനയാക്കി മാറ്റുന്നു എന്ന് പറയാം. ഉയർന്ന ടേൺ ഓവർ ആണെങ്കിൽ അതിനർത്ഥം ആസ്തികളെ നന്നായി ഉപയോഗിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ROCE എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഈ ആസറ്റ് ടേൺ ഓവറും തമ്മിൽ ഗുണിക്കുന്നതാണ്. ROCE = മാർജിൻ ഇൻറ്റു ടേൺ ഓവർ. ഓ, അപ്പോ ROCE കൂടാൻ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ നല്ല ലാഭമാർജിൻ വെക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ മാർജിനിൽ കൂടുതൽ കച്ചവടം നടത്തുക, അതായത് ഉയർന്ന ടേൺ ഓവർ ഉണ്ടാക്കുക. ആഹാ, അതിനർത്ഥം ഒരു കമ്പനിക്ക് കുറഞ്ഞ മാർജിനേ ഉള്ളുവെങ്കിലും സാധനങ്ങൾ വേഗത്തിൽ വിറ്റുപോവുകയാണെങ്കിൽ നല്ല ROCE നേടാൻ പറ്റും. കൃത്യമായി. ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റുകൾ. അവർക്ക് ലാഭമാർജിൻ വളരെ കുറവായിരിക്കും. ശരിയാണ്. പക്ഷേ സ്റ്റോക്ക് വളരെ വേഗത്തിൽ വിറ്റുതീരും. ഹൈ ടേൺ ഓവർ. അതുകൊണ്ട് അവരുടെ ROCE മോശമാകണമെന്നില്ല. എന്നാൽ വലിയ ഫാക്ടറികളൊക്കെയുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ്സുകളോ? അവർക്ക് ചിലപ്പോൾ ഉയർന്ന മാർജിൻ ഉണ്ടാകാം. പക്ഷെ അത്രയും വലിയ ആസ്തികൾ ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കാൻ സമയമെടുക്കും. ടേൺ ഓവർ കുറവായിരിക്കും. അപ്പോൾ അതും ROCEയെ ബാധിക്കും. രണ്ടും വ്യത്യസ്ത ബിസിനസ് മോഡലുകളാണ്. അതുകൊണ്ട് ലാഭക്ഷമത നോക്കുമ്പോൾ മാർജിൻ മാത്രം പോരാ, ആസ്തികൾ എത്ര നന്നായി ഉപയോഗിക്കുന്നു എന്ന ROCEയും അതിന്റെ പിന്നിലുള്ള കാരണങ്ങളും ഒരുമിച്ച് നോക്കണം. ഓക്കെ, അത് വ്യക്തമായി. ഇനി ലാഭമുണ്ടെങ്കിലും കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിൽ കമ്പനി പുലിവാല് പിടിക്കുമല്ലേ? തീർച്ചയായും. അപ്പോ അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്, കമ്പനിയുടെ ഹ്രസ്വകാല സാമ്പത്തിക ആരോഗ്യം. അതായത് ദ്രവ്യത അല്ലെങ്കിൽ ലിക്വിഡിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിലേറ്റവും സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു റേഷ്യോ ആണ് കറന്റ് റേഷ്യോ. കറന്റ് അസറ്റ്സ് ഭാഗം കറന്റ് ലയബിലിറ്റീസ്. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വർഷത്തിനുള്ളിൽ പണമായി മാറാൻ സാധ്യതയുള്ള ആസ്തികൾ, അതായത് കറന്റ് അസറ്റ്സ്, സ്റ്റോക്ക്, കിട്ടാനുള്ള പണം, കയ്യിലുള്ള ക്യാഷ്, ഇതൊക്കെ. അതുപയോഗിച്ച് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ, അതായത് കറന്റ് ലയബിലിറ്റീസ്, സപ്ലയർമാർക്ക് കൊടുക്കാനുള്ള പണം, ചെറിയ വായ്പകൾ ഒക്കെ. അത് എത്രത്തോളം വീട്ടാൻ കഴിയും എന്നീ റേഷ്യോ കാണിക്കുന്നു. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഇത്ര വേണമെന്ന്? പണ്ടൊക്കെ 2.1, അതായത് 2 രൂപയുടെ കറന്റ് അസറ്റ് 1 രൂപയുടെ കറന്റ് ലയബിലിറ്റിക്കെതിരെ, അത് നല്ല അനുപാതമായി കരുതിയിരുന്നു. പക്ഷേ ഇന്ന് പല ഇൻഡസ്ട്രിയിലും 1.51 ഒക്കെ മതിയാകും. ചില ബിസിനസ്സുകൾക്ക്
ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റുകൾ, അവർക്ക് സ്റ്റോക്ക് വേഗം വിറ്റ് പണമാകും. പക്ഷേ സപ്ലയർമാർക്ക് പണം കൊടുക്കാൻ സമയം കിട്ടും. അപ്പോ അവരുടെ കറന്റ് റേഷ്യോ ചിലപ്പോൾ 1-ൽ താഴെയായാലും അത് പ്രശ്നമായിരിക്കില്ല. പക്ഷേ ഈ കറന്റ് റേഷ്യോ ഒരുപാട് കൂടുതലാണെങ്കിൽ അതെപ്പോഴും നല്ലതാണോ? ഒരു 4.1 വന്നാൽ? നല്ല ചോദ്യം. എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ഉയർന്ന കറന്റ് റേഷ്യോ ചിലപ്പോൾ നല്ല കാര്യമല്ല. അതെന്താ? കാരണം അത് ചിലപ്പോൾ അമിതമായ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നതിന്റെ സൂചനയാകാം. അല്ലെങ്കിൽ കിട്ടാനുള്ള പണം പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ സൂചനയാകാം. അതുമല്ലെങ്കിൽ വെറുതെ കാശ് ബാങ്കിലിട്ടിരിക്കുന്നു, ബിസിനസ്സിൽ ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ സൂചനയാകാം. ഇതെല്ലാം ലാഭക്ഷമതയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ശരിയാണ്. അപ്പോൾ ഒരു ബാലൻസ് വേണം. ഇനി കറന്റ് റേഷ്യോയേക്കാൾ കുറച്ചുകൂടെ കടുത്ത ഒരു പരിശോധനയുണ്ടല്ലോ, ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. അതെ. അതിൽ നമ്മൾ സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി ഒഴിവാക്കുന്നു. കറന്റ് അസറ്റ്സ്, ഇൻവെന്ററി, കറന്റ് ലയബിലിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഒഴിവാക്കുന്നത്? കാരണം സ്റ്റോക്കാണ് കറന്റ് അസറ്റുകളിൽ വെച്ച് പെട്ടെന്ന് പണമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ചിലപ്പോൾ അത് വിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ വിറ്റാലും പണം കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ട് സ്റ്റോക്ക് ഒഴികെയുള്ള ശരിക്കും ക്വിക്കായി പണമാക്കാവുന്ന ആസറ്റുകൾ, പ്രധാനമായും കിട്ടാനുള്ള പണവും കയ്യിലുള്ള ക്യാഷും, അതുപയോഗിച്ച് ഇപ്പോഴത്തെ ബാധ്യതകൾ വീട്ടാൻ എത്രത്തോളം കഴിയും എന്നീ ക്വിക്ക് റേഷ്യോ പരിശോധിക്കുന്നു. ഇത് ലിക്വിഡിറ്റിയുടെ കുറച്ചുകൂടി യാഥാർത്ഥ്യമായ ചിത്രം നൽകും. പ്രത്യേകിച്ചും സ്റ്റോക്ക് വിൽക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന ബിസിനസ്സുകൾക്ക് ഇത് പ്രധാനമാണ്. അതെ അതെ. ഈ പണത്തിന്റെ വരവും പോക്കും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റു ചില അളവുകോലുകൾ കൂടിയുണ്ടല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമായി ബന്ധപ്പെട്ടവ. ഉദാഹരണത്തിന് ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ്, ഇൻവെന്ററി കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻടു 365 ഡേയ്സ്. സ്റ്റോക്ക് എത്ര നാൾ കമ്പനിയിൽ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതെ, ശരാശരി എത്ര ദിവസത്തേക്കുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് എന്നാണിത് കാണിക്കുന്നത്. സാധാരണയായി ഈ കാലയളവ് കൂടുന്നത് അത്ര നല്ല ലക്ഷണമല്ല. സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നു. അതെ, സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നു, പണം അതിൽ ബ്ലോക്കായിരിക്കുന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇത് കൂടാൻ ന്യായമായ കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സീസൺ മുന്നിൽ കണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോ കാരണം കൂടി നോക്കണം. ശരി. അതുപോലെ റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, ട്രേഡ് റിസീവബിൾസ്, ക്രെഡിറ്റ് സെയിൽസ് ഇൻ ദ 365 ഡേയ്സ്. കടത്തിൽ വിറ്റ സാധനങ്ങളുടെ പണം തിരികെ കിട്ടാനെടുക്കുന്ന ശരാശരി സമയം. ഇതുകൂടിയാലോ? അതും സാധാരണയായി നല്ലതല്ല. പണം കിട്ടാൻ വൈകുന്നു എന്നാണ് അതിനർത്ഥം. ഇത് ക്യാഷ് ഫ്ലോയെ കാര്യമായി ബാധിക്കും. ബാഡ് ഡെറ്റ് കൂടാനും സാധ്യതയുണ്ടോ? തീർച്ചയായും. പണം പിരിഞ്ഞു കിട്ടാൻ വൈകുന്തോറും കിട്ടാക്കടമാകാനുള്ള സാധ്യത കൂടും. പക്ഷേ ഇവിടെയും നോക്കണം, ചിലപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കമ്പനി മനഃപൂർവ്വം കൂടുതൽ ക്രെഡിറ്റ് കാലാവധി കൊടുക്കുന്നതാവാം. ഓക്കെ. ഇനി ഇതിന്റെ മറുവശം, പേയബിൾസ്, പേയ്മെന്റ് പീരീഡ്, ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റ് പർച്ചേസസ് ഇൻടു 365 ഡേയ്സ്. നമ്മൾ സപ്ലയർമാർക്ക് പണം കൊടുക്കാൻ എടുക്കുന്ന ശരാശരി സമയം. ഇത് കൂടുന്നത് ഒരു തരത്തിൽ നല്ലതല്ലേ? പണം നമ്മുടെ കയ്യിൽ കൂടുതൽ നേരം ഇരിക്കുമല്ലോ. ഒരു പരിധിവരെ അത് ശരിയാണ്. സപ്ലയറുടെ പണം നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കുമ്പോൾ അതൊരു തരം പലിശയില്ലാത്ത വായ്പ പോലെയാണ്, ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ്. പക്ഷേ ഇതൊരുപാട് കൂടിയാൽ പ്രശ്നമാണ്. കമ്പനിക്ക് പണം കൊടുക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ പതുക്കെ കൊടുക്കുന്നവരാണ് എന്നൊരു പേരുദോഷം വരാം. സപ്ലയർമാർ സാധനം തരുന്നത് നിർത്തുമോ? നിർത്താം. അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ഡിസ്കൗണ്ടുകൾ അവർ നിർത്തിക്കളയാം. അതുകൊണ്ട് ഇവിടെയും ഒരു ബാലൻസ് കണ്ടെത്തണം. അപ്പോൾ ഈ 3 കാലയളവുകളും, ഇൻവെന്ററി ദിവസം, റിസീവബിൾ ദിവസം, പേയബിൾ ദിവസം, ഇവ ചേർന്നാണോ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് സൈക്കിൾ ഉണ്ടാകുന്നത്? അതെ. ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്, ഇതാണ് ക്യാഷ് സൈക്കിൾ. അതായത് നമ്മൾ സാധനം ഉണ്ടാക്കാൻ വാങ്ങാൻ പണം മുടക്കിയിട്ട് അത് വിറ്റ് ആ പണം തിരികെ കയ്യിലെത്താൻ എടുക്കുന്ന ശരാശരി സമയം. ഈ സൈക്കിൾ എത്ര കുറയുന്നോ അത്രയും നല്ലത്. ഓക്കെ, വ്യക്തമായി. ഇനി നമുക്ക് കുറച്ചുകൂടി ദീർഘകാല കാഴ്ചപ്പാടിലേക്ക് വരാം. കമ്പനിയുടെ സാമ്പത്തിക ഘടന, കടബാധ്യത, അത്തരം കാര്യങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗിയറിംഗ് അല്ലെങ്കിൽ ലിവറേജ് എന്ന് പറയുന്നത്. ഗിയറിംഗ്, അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് കാണിക്കുന്നത് കമ്പനിയുടെ മൊത്തം മൂലധനത്തിൽ കടത്തിന്റെ അനുപാതം എത്രയാണ് എന്നാണ്. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? സാധാരണയായി 2 രീതിയിൽ പറയാറുണ്ട്. ഒന്നുകിൽ ഡെപ്റ്റ് എക്വിറ്റി റേഷ്യോ, അതായത് കടം ഓഹരി ഉടമകളുടെ ഫണ്ടിന്റെ എത്ര ശതമാനമാണ് എന്ന്. അല്ലെങ്കിൽ ഡെപ്റ്റ് പ്ലസ് എക്വിറ്റി,
റേഷ്യോ. അതായത് മൊത്തം ക്യാപിറ്റലിൽ കടവും ഇക്വിറ്റിയും ചേർന്നതിൽ കടം എത്ര ശതമാനം. ഓക്കെ. ഉയർന്ന ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കടത്തിനെ കൂടുതലായി ആശ്രയിക്കുന്നു എന്നാണ് അർത്ഥം. അത് റിസ്ക് ആണോ? തീർച്ചയായും. ഉയർന്ന ഗിയറിംഗ് ഉയർന്ന റിസ്ക്കാണ്. കാരണം ലാഭം കുറഞ്ഞാലും കടത്തിന്റെ പലിശ കൃത്യമായി കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പനി പ്രതിസന്ധിയിലാകും. ഇൻസോൾവൻസി റിസ്ക് കൂടും. എന്നാൽ കടം ഉപയോഗിക്കുന്നതിന് ഗുണങ്ങളുമില്ലേ? ഉണ്ട്. ലാഭം കൂടുന്ന സമയത്ത് ഈ കടം ഓഹരി ഉടമകൾക്ക് കിട്ടുന്ന വരുമാനം, റിട്ടേൺ ഓൺ എക്വിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാരണം കടത്തിന് കൊടുക്കുന്ന പലിശയേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞാൽ ആ അധിക നേട്ടം ഓഹരി ഉടമകൾക്കാണ്. ഇതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോ ഗിയറിംഗ് കൂടുന്നത് എപ്പോഴും മോശമല്ല, പക്ഷേ റിസ്ക്കും കൂടുതലാണ്. അതെ. അനുയോജ്യമായ ഗിയറിംഗ് ലെവൽ ഓരോ വ്യവസായത്തിനും കമ്പനിയുടെ സാഹചര്യത്തിനും അനുസരിച്ച് മാറും. സ്ഥിരവരുമാനമുള്ള കമ്പനികൾക്ക് കൂടുതൽ ഗിയറിംഗ് താങ്ങാൻ പറ്റിയേക്കാം. ഈ കടത്തിന്റെ പലിശ കൊടുക്കാൻ കമ്പനിക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് നോക്കുന്നൊരു റേഷ്യോ ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് കവർ. അതെ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ. ഇത് കണക്കാക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫൈനാൻസ് കോസ്റ്റ് എന്നാണ്. അതായത് പലിശയും ടാക്സും കൊടുക്കുന്നതിന് മുൻപുള്ള ലാഭം, PBIT, ആ വർഷത്തെ പലിശ ചെലവിന്റെ എത്ര മടങ്ങുണ്ട് എന്ന്. ഇത് കുറവാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇത് കുറവാണെങ്കിൽ, പ്രത്യേകിച്ചൊരു 2-3 മടങ്ങിൽ താഴെയാണെങ്കിൽ അതത്ര സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്. പലിശ കൊടുക്കാൻ തന്നെ ലാഭം കഷ്ടിയാണെങ്കിൽ പിന്നെ ഡിവിഡൻഡ് കൊടുക്കാനും കടം തിരിച്ചടക്കാനുമൊക്കെ എവിടെ നിന്ന് പണം കണ്ടെത്തും? ഇത് നിക്ഷേപകരും കടം കൊടുക്കുന്നവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ശരി. നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ചിലപ്പോൾ കമ്പനികൾ വളരെ വേഗത്തിൽ വളരാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നത്തിലാകുമെന്ന്. ഓവർ ട്രേഡിംഗ് എന്ന അവസ്ഥ. അതെന്താണൊന്നുകൂടി വ്യക്തമാക്കാമോ? ഓവർ ട്രേഡിംഗ് എന്നാൽ ആവശ്യത്തിന് ദീർഘകാല ഫണ്ടിന്റെ പിന്തുണയില്ലാതെ ഒരു ബിസിനസ് അതിവേഗം വികസിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. വിൽപ്പനയൊക്കെ കൂടുമായിരിക്കും. അതെ, വിൽപ്പന പെട്ടെന്ന് കൂടും. പക്ഷേ ഈ കൂടിയ വിൽപ്പനയ്ക്ക് അനുസരിച്ച് കൂടുതൽ സ്റ്റോക്ക് വാങ്ങേണ്ടി വരും, കൂടുതൽ പേർക്ക് കടം കൊടുക്കേണ്ടി വരും, റിസീവബിൾസ് കൂടും. ഇതിനൊക്കെ പണം വേണ്ടേ? വേണം. ആ പണം കണ്ടെത്താൻ ആവശ്യത്തിന് ദീർഘകാല ഫണ്ടോ ലാഭമോ ഇല്ലെങ്കിൽ കമ്പനി ഹ്രസ്വകാല മാർഗങ്ങളെ ആശ്രയിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൂടും, സപ്ലയർമാർക്ക് പണം കൊടുക്കാൻ വൈകും, കയ്യിലുള്ള ക്യാഷ് തീരെ കുറയും. അപ്പോ പുറമേ കാണുന്ന വളർച്ചയ്ക്കുള്ളിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നു. കൃത്യമായി. ഒരു ലിക്വിഡിറ്റി ക്രൈസിസിലേക്ക് ഇത് നയിക്കാം. അതുകൊണ്ട് അമിതമായ വളർച്ച എപ്പോഴും നല്ലതാകണമെന്നില്ല. അതിനെ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി കൂടി വേണം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് അവസാന വിഭാഗത്തിലേക്ക് കടക്കാം. നിക്ഷേപകരുടെ കാഴ്ചപ്പാടിലുള്ള അനുപാതങ്ങൾ, ഇൻവെസ്റ്റർ റേഷ്യോസ്, ഏർണിംഗ്സ് പെർ ഷെയർ ഒക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൈസ് ഏർണിംഗ്സ് PE റേഷ്യോ. PE റേഷ്യോ, അതെ. കറന്റ് ഷെയർ പ്രൈസ് ലേറ്റസ്റ്റ് EPS. അതായത് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില, അതിന്റെ ഒരു ഷെയറിന് മേലുള്ള ഒരു വർഷത്തെ വരുമാനത്തിന്റെ EPS എത്ര മടങ്ങാണ് എന്ന് ഇത് കാണിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? സാധാരണയായി വിപണിക്ക് ആ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് വളർച്ചയെക്കുറിച്ച് എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്നതിന്റെ ഒരു സൂചനയായി ഇതിനെ കാണാറുണ്ട്. ഉയർന്ന PE ആണെങ്കിൽ? ഉയർന്ന PE എന്നാൽ വിപണി ഭാവിയിൽ നല്ല വളർച്ച പ്രതീക്ഷിക്കുന്നു എന്ന് അനുമാനിക്കാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുറഞ്ഞ വരുമാനത്തിന് കൂടുതൽ വില കൊടുക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. പക്ഷേ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? കാരണം ഓരോ വ്യവസായത്തിനും അതിൻ്റെതായ ശരാശരി PE ഉണ്ടാകും. വളർച്ചാനിരക്ക്, റിസ്ക്, അക്കൗണ്ടിംഗ് പോളിസികളൊക്കെ PEയെ സ്വാധീനിക്കും. അതുകൊണ്ട് മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പരിഗണിക്കണം. ശരി. ഇനി നിക്ഷേപകർക്ക് നേരിട്ട് കയ്യിൽ കിട്ടുന്ന വരുമാനവുമായി ബന്ധപ്പെട്ട ഒന്നുണ്ട്, ഡിവിഡൻഡ് yield. ഡിവിഡൻഡ് പെർ ഷെയർ കറന്റ് ഷെയർ പ്രൈസ് ഇൻറ്റു 100. അതെ, ഇത് സിമ്പിളാണ്. നമ്മളൊരു ഓഹരി വാങ്ങിയാൽ അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയുടെ എത്ര ശതമാനം നമുക്കൊരു വർഷം ഡിവിഡൻഡായി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഇത് കാണിക്കുന്നു. ഇതിനെ ബാങ്ക് പലിശയൊക്കെയായിട്ട് താരതമ്യം ചെയ്യാമല്ലോ? തീർച്ചയായും. മറ്റ് നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനവുമായി ഇതിനെ താരതമ്യം ചെയ്യാം. ഡിവിഡൻഡ് സ്ഥിരമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്. ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുകൂടിയുണ്ട്, ഡിവിഡൻഡ് കവർ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ്സ് പെയ്ഡ്. അതെ, ഇത് കാണിക്കുന്നത് കമ്പനി ആ വർഷമുണ്ടാക്കിയ ലാഭം, ടാക്സിന് ശേഷമുള്ളത്,
അവർ കൊടുത്ത മൊത്തം ഡിവിഡൻഡിന്റെ എത്ര മടങ്ങുണ്ടെന്നാണ്. ഇത് ഉയർന്നാൽ നല്ലതാണോ? സാധാരണയായി അതെ. ഉയർന്ന കവർ റേഷ്യോ, ഉദാഹരണത്തിന് 2, 3 അതിൽ കൂടുതലോ കാണിക്കുന്നത് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ ആവശ്യത്തിന് ലാഭമുണ്ട്, ഒരുപക്ഷെ ഭാവിയിൽ ലാഭം കുറഞ്ഞാലും ഇപ്പോഴത്തെ ഡിവിഡൻഡ് നിലനിർത്താൻ സാധ്യതയുണ്ടെന്നാണ്. കവർ വളരെ കുറവാണെങ്കിൽ, ഒന്നിനോടടുത്താണെങ്കിൽ ഡിവിഡൻഡ് അത്ര സുരക്ഷിതമല്ല എന്ന് കരുതാം. കൊള്ളാം. അപ്പോൾ നമ്മൾ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ അനുപാത വിഭാഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ലാഭക്ഷമത, ദ്രവ്യത, ദീർഘകാല സ്ഥിരത, നിക്ഷേപകാനുപാതങ്ങൾ. ഇനി ഇത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ നമ്മുടെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് ഓഷ്യൻ മോട്ടോഴ്സ്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ വരുമാനം 50% കൂടിയിട്ടുണ്ട്. ROCE 23.9% നിന്ന് 26.5% അതും കൂടി. അപ്പോൾ നല്ല പുരോഗതിയാണെന്ന് തോന്നും, അല്ലേ? തോന്നും. പക്ഷെ അതാണ് റേഷ്യോ അനാലിസിസിന്റെ ഒരു ഗുണം. കുറച്ചുകൂടി ആഴത്തിൽ നോക്കണം. ROCE കൂടാൻ കാരണമെന്താണ്? അത് അസറ്റ് ടേൺ ഓവർ 0.70 നിന്ന് 0.99 ആയി കൂടിയതുകൊണ്ടാണ്. ആസ്തികൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിച്ചു. അതെ. പക്ഷേ അതേസമയം ലാഭമാർജിനുകൾ നോക്കൂ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 70% നിന്ന് 53.3% കുറഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിനും 34% നിന്ന് 26.7% കുറഞ്ഞു. ഇത് അത്ര നല്ല കാര്യമല്ല. ഓഹോ. ഏറ്റവും അപകടകരമായ കാര്യം ലിക്വിഡിറ്റിയാണ്. കറന്റ് റേഷ്യോയും 0.65ഉം ക്വിക്ക് റേഷ്യോയും 0.37ഉം വളരെ താഴെയാണ്, ഒന്നിനേക്കാളും വളരെ കുറവ്. അതിനർത്ഥം ഹ്രസ്വകാല ബാധ്യതകൾ വീട്ടാൻ കയ്യിൽ പണമില്ല എന്നാണോ? അതെ. അവർ ഓവർ ഡ്രാഫ്റ്റിനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടാവാം. സ്റ്റോക്ക് കയ്യിലിരിക്കുന്ന ശരാശരി സമയം നോക്കൂ. 122 ദിവസത്തിൽ നിന്ന് 156 ദിവസമായി കൂടി. ഹോ. സപ്ലയർമാർക്ക് പണം കൊടുക്കാൻ എടുക്കുന്ന സമയം 85 ദിവസത്തിൽ നിന്ന് 193 ദിവസമായി. 193 ദിവസം? അതെ. ഇത് ഓവർ ട്രേഡിംഗിന്റെ വളരെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. വരുമാനം കൂട്ടാനുള്ള ശ്രമത്തിൽ കമ്പനി ഭയങ്കരമായ ഒരു ലിക്വിഡിറ്റി റിസ്ക് എടുത്തിരിക്കുകയാണ്. ശരിയാണ്. അടുത്ത ഉദാഹരണം നെവൽ. ഇവിടെയും വരുമാനം 20% കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 20.3% നിന്ന് 12.9% കുത്തനെ ഇടിഞ്ഞു. ROCEയും 48% നിന്ന് 29.5% കുറഞ്ഞു. എന്തായിരിക്കും കാരണം? പഠനസഹായി പറയുന്നത് അവർ വരുമാനം കൂട്ടാൻ വില കുറച്ചിട്ടുണ്ടാകാം, അതുപോലെ കസ്റ്റമേഴ്സിന് കൂടുതൽ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാകാം. നോക്കൂ, റിസീവബിൾസ് കളക്ഷൻ പീരീഡ് 65 ദിവസത്തിൽ നിന്ന് 110 ദിവസമായിട്ടാണ് കൂടിയത്. ഓ, അപ്പൊ പണം കിട്ടാൻ ഒരുപാട് വൈകുന്നുണ്ട്. അതേ. അതോടൊപ്പം അവർ പുതിയ മെഷീനറി വാങ്ങി. അത് ഡിപ്രീസിയേഷൻ കൂട്ടി ലാഭം കുറച്ചു. ക്യാപിറ്റൽ എംപ്ലോയിഡും കൂടി. ഇതെല്ലാം ROCEയെ താഴേക്ക് വലിച്ചു. ലിക്വിഡിറ്റിയുടെ കാര്യമോ? അത് മോശമായി. കറന്റ് റേഷ്യോ 1.62 നിന്ന് 1.23 കുറഞ്ഞു. പേബിൾസ് പീരിയഡും കുറഞ്ഞിട്ടുണ്ട്. 102.87. ചിലപ്പോൾ സപ്ലയർമാരുമായുള്ള വിലപേശൽ ശേഷി കുറഞ്ഞതാവാം. ഇതും ഒരുതരം ഓവർ ട്രേഡിംഗ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഉദാഹരണം. കമ്പാരറ്റർ എന്ന കമ്പനിയെ അതിന്റെ സെക്ടർ ശരാശരിയുമായി താരതമ്യം ചെയ്യുന്നത്. ഇവിടെ കമ്പാരറ്ററിന്റെ ROCE 34.6%, സെക്ടർ ശരാശരിയേക്കാൾ 22.1% വളരെ കൂടുതലാണ്. അത് നല്ലതല്ലേ? ഒറ്റനോട്ടത്തിൽ നല്ലതാണ്. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കൂ. അത് 7.7% മാത്രമാണ്. പക്ഷേ സെക്ടർ ആവറേജ് 12.5%. അതെങ്ങനെ ശരിയാവും? മാർജിൻ കുറഞ്ഞിട്ടും ROCE കൂടുതൽ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അസറ്റ് ടേണോവറാണ്. കമ്പാരറ്ററിന്റെ അസറ്റ് ടേണോവർ 3.8 ആണ്. പക്ഷേ സെക്ടർ ആവറേജ് 1.8 മാത്രം. അതാണ് ROCE ഉയർത്തുന്നത്. ഓക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ടേണോവർ ഇത്ര കൂടുതൽ? സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാം, അവരുടെ നോൺ കറന്റ് അസറ്റുകളുടെ മൂല്യം അതിന്റെ യഥാർത്ഥ കോസ്റ്റിന്റെ 15% മാത്രമാണ്. അതിനർത്ഥം ആസ്തികൾ വളരെ പഴയതാണെന്നാണോ? അതെ. വളരെ പഴയ, ഡിപ്രീഷിയേറ്റ് ചെയ്ത ആസ്തികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ പഴയ ആസ്തികൾ വെച്ചാണ് അവർ ഈ ഉയർന്ന ടേണോവർ ഉണ്ടാക്കുന്നത്. അപ്പോ ഭാവിയിൽ ഈ ആസ്തികൾ മാറ്റിവെക്കേണ്ടി വരും. പുതിയത് വാങ്ങുമ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂടും, അസറ്റ് ടേണോവർ കുറയാം. അപ്പോ ROCEയും താഴേക്ക് വരാം. അതോടൊപ്പം അവരുടെ ലിക്വിഡിറ്റിയും ഗിയറിംഗും മോശമാണ്, അല്ലേ? അതെ. കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും സെക്ടർ ശരാശരിയേക്കാൾ കുറവാണ്. ഗിയറിംഗ് 90%.
പക്ഷേ സെക്ടർ ശരാശരി 40% മാത്രം. ഓ, അപ്പോ വളരെ റിസ്കി ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അതെ, അപ്പോ പുറമേ കാണുന്ന ആ മികച്ച ROCE പിന്നിൽ കാര്യമായ റിസ്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സെക്ടർ ശരാശരിയുമായി താരതമ്യം ചെയ്തതുകൊണ്ടാണിത് മനസ്സിലായത്. ഈ ഉദാഹരണങ്ങൾ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ്. അനുപാതങ്ങൾ കഥയുടെ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഇത് വ്യക്തമാക്കുന്നു. തീർച്ചയായും. അപ്പോ ഈ അനുപാത വിശകലനത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോരായ്മകൾ? ഒരുപാടുണ്ട്. ഒന്നാമതായി, ഇത് പഴയ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ്. ഭാവി ഇങ്ങനെയാവുമെന്ന് ഒരു ഉറപ്പുമില്ല. പണപ്പെരുപ്പത്തിന്റെ പ്രശ്നം വേറെ. രണ്ടാമതായി, കണക്കുകളിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയും. അതായത് വർഷാവസാനം കണക്കുകൾ ഭംഗിയാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് നിയമങ്ങൾ വളച്ചൊടിച്ച് ലാഭം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഓഹോ. മൂന്നാമതായി, വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത അക്കൗണ്ടിംഗ് നിയമങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന രീതി. ഇത് കമ്പനികളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും. ശരിയാണ്. നാലാമതായി, ബാലൻസ് ഷീറ്റ് എന്നത് ഒരു പ്രത്യേക ദിവസത്തെ അവസ്ഥയാണ്. ഒരു സ്നാപ്ഷോട്ട് മാത്രം. വർഷം മുഴുവൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല, പ്രത്യേകിച്ചും സീസണൽ ബിസിനസ്സുകളിൽ. ഓക്കേ. അഞ്ചാമതായി, ഇത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കമ്പനിയുടെ ഓർഡർ ബുക്ക് എത്രയുണ്ട്, മാനേജ്മെന്റിന്റെ കഴിവ്, ജീവനക്കാരുടെ മനോവീര്യം, ഇതൊന്നും ഇതിൽ വരില്ല. പിന്നെ ആറാമതായി, അനുപാതങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു സ്റ്റാൻഡേർഡ് നിർവചനം ഉണ്ടാകണമെന്നില്ല. ROCE, ഗിയറിംഗ്, ഇതിനൊക്കെ പലരും പല ഫോർമുല ഉപയോഗിക്കാറുണ്ട്. ഏഴാമതായി, രണ്ട് കമ്പനികൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയെ വ്യവസായ ശരാശരിയുമായോ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ബിസിനസ് മിക്സ്, അക്കൗണ്ടിംഗ് പോളിസി, സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സമയം, ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ടാകാം. ഇതെല്ലാം താരതമ്യങ്ങളെ സങ്കീർണമാക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അനുപാതങ്ങളെ മാത്രം നോക്കി ഒരു തീരുമാനത്തിലെത്തരുത്. ഒരിക്കലും പാടില്ല. വളരെ ശരിയാണ്. ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കണക്കുകൾ വ്യാഖ്യാനിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണത്? ഒരു ഗ്രൂപ്പ് പുതിയൊരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ അക്വിസിഷൻ, അല്ലെങ്കിൽ നിലവിലുള്ള ഒന്നിനെ ഒഴിവാക്കുമ്പോൾ ഡിസ്പോസൽ, അനുപാതങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാം. ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഒരു ഏറ്റെടുക്കൽ നടന്നാൽ ആ പുതിയ സബ്സിഡിയറിയുടെ ആസ്തികളും ബാധ്യതകളും 100% ഗ്രൂപ്പിന്റെ ബാലൻസ് ഷീറ്റിൽ വരും. പക്ഷേ ലാഭനഷ്ട കണക്കിൽ ആ വർഷം ഏറ്റെടുത്ത തീയതി മുതലുള്ള വരുമാനവും ചെലവും മാത്രമേ ഉൾപ്പെടുത്തൂ. ഓക്കേ. ഒരു കമ്പനിയെ ഒഴിവാക്കുമ്പോഴോ മുൻ വർഷത്തെ കണക്കിൽ അതിന്റെ ഒരു വർഷത്തെ മുഴുവൻ റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ഈ വർഷത്തെ കണക്കിൽ ഒഴിവാക്കിയ തീയതി വരെയുള്ള റിസൾട്ടേ ഉണ്ടാവൂ. ബാലൻസ് ഷീറ്റിൽ അതിന്റെ ആസ്തിയോ ബാധ്യതയോ കാണില്ല. ഇത് അനുപാതങ്ങളെ വല്ലാതെ മാറ്റുമല്ലോ. മാറ്റം. ഇത് ചിലപ്പോൾ ഗ്രൂപ്പിന്റെ പ്രകടനത്തെക്കുറിച്ച് തെറ്റായ ചിത്രം നൽകാം. ഉദാഹരണത്തിന്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഹൂഫ് എന്ന കമ്പനി ഫുട്ട് എന്ന കമ്പനിയെ വാങ്ങിയ കേസ്. ഓർക്കുന്നു. ഏറ്റെടുക്കലിന് ശേഷം നോക്കുമ്പോൾ ഗ്രൂപ്പിന്റെ മൊത്തം പ്രകടനം മെച്ചപ്പെട്ടതായി തോന്നി. പക്ഷെ ഫുട്ടിന്റെ കണക്കുകൾ ഒഴിവാക്കി ഹോഫിന്റെ മാത്രം പ്രകടനം നോക്കിയാൽ അത് മുൻവർഷത്തേക്കാൾ മോശമായിരുന്നു. അപ്പോ ഏറ്റെടുക്കൽ ഈ മോശം പ്രകടനത്തെ മറച്ചുവെച്ചു? അതെ. അതുകൊണ്ട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റുകൾ നോക്കുമ്പോൾ ആ വർഷം എന്തെങ്കിലും ഏറ്റെടുക്കലോ ഒഴിവാക്കലോ നടന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കണം. ശരിയാണ്. ഇനി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യം കൂടി പറഞ്ഞാൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ. അവിടെ ലക്ഷ്യം ലാഭമുണ്ടാക്കലല്ലോ. അല്ല, അവരുടെ പ്രധാന ലക്ഷ്യം വാല്യൂ ഫോർ മണി നൽകുക എന്നതാണ്. അതായത് കാര്യക്ഷമത, എഫിഷ്യൻസി, ഫലപ്രാപ്തി, എഫക്റ്റീവ്നെസ്, മിതവ്യയം, ഇക്കോണമി. അപ്പോ അവർക്ക് ROCE, PE റേഷ്യോ ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇല്ല. ഗിയറിംഗ്, നിക്ഷേപക അനുപാതങ്ങൾ, ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. പക്ഷേ പ്രവർത്തന മൂലധനം, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതവർക്കും പ്രധാനമാണ്. ലിക്വിഡിറ്റി റേഷ്യോകളൊക്കെ നോക്കണം. അവരുടെ പ്രകടനം അളക്കാൻ പിന്നെ എന്തുപയോഗിക്കും? അവിടെയാണ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് പ്രാധാന്യം വരുന്നത്. ഉദാഹരണത്തിന്, ഒരു ആശുപത്രിയാണെങ്കിൽ ഒരു രോഗിയെ ചികിത്സിക്കാനെടുക്കുന്ന ശരാശരി സമയം, അല്ലെങ്കിൽ ഒരു ബെഡിന് വരുന്ന ചിലവ്. സ്കൂളാണെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം, പരീക്ഷാ വിജയം, ഇത്തരം കാര്യങ്ങളാണ് അവിടെ പ്രകടനം അളക്കാൻ കൂടുതലായി ഉപയോഗിക്കുക. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു.
ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വ്യാഖ്യാനിക്കുന്നത് ഒരു തരം ഡിറ്റക്റ്റീവ് ജോലിയാണ് അല്ലേ? ഹാ, ഒരു തരത്തിൽ അതെ. അനുപാതങ്ങൾ നമുക്ക് ചില സൂചനകൾ തരും, പക്ഷേ യഥാർത്ഥ കഥ മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം, കുറച്ചുകൂടി ആഴത്തിൽ പോകണം, സാഹചര്യങ്ങൾ പരിഗണിക്കണം, പിന്നെ ഈ ടൂളിന്റെ പരിമിതികളും ഓർക്കണം. കൃത്യമായി. അനുപാതങ്ങൾ ഉത്തരങ്ങളല്ല, മറിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ്. എന്തുകൊണ്ട് ഈ മാറ്റം വന്നു? ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? മറ്റു വിവരങ്ങൾ എന്താണ് പറയുന്നത്? ഓരോ സ്റ്റേക്ക് ഹോൾഡറും ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഈ ചോദ്യങ്ങളാണ് യഥാർത്ഥ വിശകലനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇനി ഒരു വാർഷിക റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ വെറുതെ അക്കങ്ങൾ നോക്കി പേടിക്കരുത്. അതിലെ അനുപാതങ്ങൾക്ക് പിന്നിലെ കഥ എന്താണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമോ? ആ കമ്പനിയുടെ തന്ത്രങ്ങൾ, അവരുടെ വിജയം, അവർ നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ അക്കങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തുക. ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഏറ്റവും ആകർഷകമായ ലാഭക്കണക്കുകൾ കാണിക്കുന്ന കമ്പനിക്ക് എല്ലായ്പ്പോഴും ഏറ്റവും സുരക്ഷിതമായ അനുപാതങ്ങൾ ഉണ്ടാകണമെന്നില്ല. വളർച്ചയ്ക്കും ഉയർന്ന ലാഭത്തിനും വേണ്ടി ഒരു കമ്പനി ചിലപ്പോൾ കൂടുതൽ റിസ്കുകൾ എടുത്തേക്കാം. ഉദാഹരണത്തിന് ഉയർന്ന ഗിയറിംഗ് അല്ലെങ്കിൽ കുറഞ്ഞ ലിക്വിഡിറ്റി. ഈ റിസ്കുകൾ അനുപാതങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? എപ്പോഴാണ് ആ റിസ്ക് അധികമാകുന്നത്? ഒരുപക്ഷേ നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ സ്വന്തം റിസ്ക് എടുക്കാനുള്ള മനോഭാവത്തെ കൂടി ആശ്രയിച്ചിരിക്കും.